ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഫിഷ് മോളി റെസിപ്പി ആയാലോ. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി റെഡിയാക്കാനായിട്ട് വറ്റ എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തത് നമ്മുടെ മീനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ പീസുകളിലേക്ക് നല്ലപോലെ നമ്മുടെ ഈ മസാല കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ മീൻ പീസസ് ഇട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മീനൊക്കെ കുക്കാവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കാം. നമ്മൾ മീനൊക്കെ വറുത്തെടുക്കുന്ന രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതിയാകും. ഇതായിപ്പോൾ 2 വശമൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഈ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഫിഷ് മോളി റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുമാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ പകുതി വഴന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കപ്പോളം 2ാം പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാലൊക്കെ ചേർത്ത് നല്ലപോലെ തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പോളം 1ാം പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുട്ടിനൊപ്പം അപ്പത്തിനൊപ്പം പറ്റിയൊരു കോമ്പിനേഷനാണ്. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.